2 ശർക്കര നമ്മളൊരു പാനിൽ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കാതെ ഉരുക്കുക. അത് നന്നായിട്ടൊരു പേസ്റ്റ് ആകുന്ന സമയത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നമ്മൾ ചുക്കിൻ്റെ പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഉരുളകളാക്കുക, മിക്സ് ചെയ്തിട്ട്. അതങ്ങനെ ഉരുളകളാക്കി ചെറിയ ചെറിയ ബോൾസ് ആക്കിയതിന് ശേഷം 2 ബോൾസ് നമ്മൾ രാവിലെ ഭക്ഷണത്തിന് മുന്നേയും 2 എണ്ണം രാത്രി ഭക്ഷണത്തിന് മുന്നേ ആയിട്ട് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വാദത്തിൻ്റെ പ്രശ്നത്തിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. വാദം എന്ന് പറയുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന സന്ധികളിൽ ഉണ്ടാകുന്ന വേദന, ശരീരത്തിൽ ഉണ്ടാകുന്ന ഡ്രൈനസ്, മുടിയിലൊക്കെ ഉണ്ടാകുന്ന ഡ്രൈനസ്, ഇത്തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കും. ഇതേ ശർക്കരയിൽ ഇപ്പം നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് നമ്മളിപ്പോൾ കടുക്കയുടെ പൊടി ഒരു 1 മുതൽ 2 ടീസ്പൂൺ വരെ കടുക്കയുടെ പൊടി ചേർക്കുകയാണെങ്കിൽ സെയിം ഈ പ്രോസസ്സ് തന്നെ ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബോൾസ് ആക്കുക, ഉരുളകളാക്കുക. അതിൽ 2 എണ്ണം മുന്നേയും രാവിലെയും 2 എണ്ണം രാത്രി നമ്മൾ ഭക്ഷണത്തിന് ശേഷം കഴിക്കുകയാണെങ്കിൽ ശരീരത്തിൽ പിത്തത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിത്തം എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ഹെവി ബ്ലീഡിങ് പോകുന്നവരാണ്, അതുപോലെ നന്നായിട്ട് അസിഡിറ്റിയുടെ പ്രശ്നങ്ങളുണ്ട്, ശരീരത്തിൽ നന്നായിട്ട് ചൂട് കൂടുതലാണ്, ദേഷ്യം നന്നായിട്ട് കൂടുതലായിട്ട് വരുന്നുണ്ട്, ബ്ലീഡിങ് ഡിസോർഡർ പോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് എന്തെങ്കിലും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള പിത്തദോഷം നന്നായിട്ട് കൂടി നിൽക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അതിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് കടുക്കയുടെ പൊടിയും വാദത്തിൻ്റെ പ്രശ്നങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ നമ്മുടെ ചുക്കിൻ്റെ പൊടി വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.